ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ബിഗ് ബോസ് ഒരു ഫേവറിസം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരിരട്ടത്താപ്പ് ചില ആൾക്കാരോട് കാണിക്കുന്നുണ്ടോ? എനിക്ക് ഈ ആഴ്ച തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് സംസാരിച്ചു പോയാലോ? അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയോട് ബിഗ് ബോസ് വളരെ സ്നേഹം കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നടന്ന ടാസ്ക് ന്യൂദില ചെരുപ്പ് ഫാക്ടറി ടാസ്ക് ആയിരുന്നു. 3 ദിവസമായിരുന്നു അതിൻ്റെ ലെങ്ത് ഉണ്ടായത്. ഇതിനകത്ത് ലോങ് ടൈമാണ് ഇവർ ആ ഒരു ഫാക്ടറിക്കകത്ത് ജോലി ചെയ്തത്. ഇവിടെ എന്തുകൊണ്ടിട്ടാണ് ഫേവറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടസ്റ്റൻസിന് 10 പേരെയാണ് ആകെ നിലവിൽ അവിടെ ജോലിക്ക് എടുത്തത്. ബാക്കി കുറച്ച് പേര് അവർ ഔട്ട്സൈഡായിട്ട് മാറ്റി നിർത്തി. ജിസേൽ, അനു, അനീഷ്, അതുപോലെ തന്നെ പ്രവീൺ, അങ്ങനെ കുറച്ച് പേരധികം ഇപ്പുറത്ത് സർക്കസ് ടാസ്ക് എന്ന് പറഞ്ഞ ടാസ്കിലോട്ട് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടു. ബാക്കി സ്ക്രീൻ സ്പേസ് മൊത്തം കിടക്കുന്നത്, കണ്ടൻറ്റുകൾ മൊത്തം കിടക്കുന്നത് ഈ പറയുന്ന ന്യൂദില ചെരുപ്പ് ഫാക്ടറിയിലായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് നോക്കാം. നൂറയായിരുന്നു അതിൻ്റെ ഓണർ. അതുപോലെ തന്നെ പി എ ആയിട്ട് വന്ന ജിഷിനായിരുന്നു. ബാക്കി കുറച്ച് 7 ജോലിക്കാരുണ്ടായിരുന്നു. അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തത് തൊഴിലാളി യൂണിയൻ്റെ നേതാവായിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്, പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത്, ആൾക്കാരിലോട്ടൊരു ഭയങ്കര ഗെയിമറാണെന്ന് എത്തിക്കാൻ പറ്റുന്നൊരു സാധനം ശരിക്കും അക്ബർ ഖാനാണ്. എനിക്ക് എന്തുകൊണ്ടിട്ടാണ് ഈ ഗെയിം അൺഫെയർ ആയിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം പേര്, അനീഷ്, അനു, ജിസേൽ, അതുപോലെ തന്നെ ആര്യൻ, പ്രവീൺ, പിന്നെ സാബുമാൻ, ഇവരെല്ലാം, പിന്നെ റെന, ഇവരെല്ലാവരും നിൽക്കുന്നത് പുറത്ത് സർക്കസ് ഗ്രൂപ്പിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ടാസ്ക് നടത്തിയിരുന്നെങ്കിൽ നമുക്കിതൊരു ഫേവറിസമായിട്ട് തോന്നില്ലായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ ഓണർ നൂറ ആയിക്കോട്ടെ, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ജിഷിനും ഉണ്ട്. പക്ഷേ ഇവിടെ തൊഴിലാളികളായിട്ട് കുറച്ചധികം പേര് വന്നം. എവിടെയാണ് തൊഴിലാളി യൂണിയൻ നേതാവ് ഒരെണ്ണം ഉള്ളത്? തൊഴിലാളി യൂണിയനിൽ 2 നേതാക്കൾ വെച്ചൂടെ? 2 പാർട്ടിയുടെ നേതാക്കളും തൊഴിലാളി യൂണിയൻ്റെ ഭാഗമായിട്ട് ആ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അക്ബർ ഒരു പാർട്ടീനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു പാർട്ടീനെ റെപ്രസെൻറ്റേറ്റ് അനീഷോ അനുവോ മറ്റാരെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ഗെയിം ഇങ്ങനെ ആകുമായിരുന്നോ? ശരിക്കും കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ഗെയിം എന്ന് വെച്ചാൽ ഇത്രയും പേരുൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഗെയിം പൂർത്തീകരിക്കുമ്പോഴായിരുന്നു. കാരണം അവിടെ 2 പാർട്ടീനകത്തോട്ടും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാഫ് ഉണ്ടാവും. അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റാഫ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അനീഷിനെ എടുക്കാം. അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കറിയാം ഇത് കംപ്ലീറ്റ് ചെയ്യണം വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി അല്ലെങ്കിൽ സഹായിച്ച് ഒറ്റി ഇതിലൊക്കെ അവർക്ക് ആ ഗെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പരസ്പരം യൂണിയൻ നേതാക്കൾ തമ്മിൽ വാറും വാശി ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അസിസ്റ്റൻറ്റിന് വലിയൊരു റോൾ എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിനേക്കാൾ ഉപരി നൂറ എന്ന് പറയുന്ന ആൾക്ക് ഒരു വൻ പവർ അവിടെ ഉണ്ടാവുമായിരുന്നു. 2 ഗ്രൂപ്പിനെ നിയന്ത്രിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ അക്ബറിന് മാത്രമാണ് ടാസ്കിനകത്ത് എഴുതി വെച്ചിരുന്നത് ജോലി ആരെന്ത് ചെയ്യണം എന്നുള്ളത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്ത് ജോലി ആര് ചെയ്യണം എന്നുള്ളത് നിയന്ത്രിക്കുന്നതാണോ ശരിക്കും ഈ നമ്മുടെ ഈ പറഞ്ഞ തൊഴിലാളി നേതാവിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കൂടുതൽ ആ കമ്പനിയിൽ അധികാരമുള്ള ഒരാൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിയാണ്, ഓണറിനല്ലേ. പക്ഷേ ഓണറിനെ വില കുറച്ചുണ്ട് അവിടെ ഈ പറഞ്ഞ അക്ബറിൻ്റെ തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ടിട്ടാണ് എനിക്കിത് ഫേവറിസം എന്ന് പറയാൻ തോന്നിയത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ഇവരിവിടെ വന്നിരിക്കുന്ന സമയത്ത് അനു ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു. അതായത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ പോയിട്ട് ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസ് എടുത്ത് വന്നിട്ട് എല്ലാവരുടെയും മുന്നിലിരുന്ന് തന്നെ കഴിച്ചു. മേ ബി അതൊരു കണ്ടൻ്റ് ആക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. കാരണം അവിടെ ഗ്രൂപ്പിസം ഉണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പൊളിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഞാനിത് ചെയ്യുമ്പോൾ ആരൊക്കെ വാല് തൂങ്ങി വരുമെന്ന് നോക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം അനു അത് ചെയ്തിട്ടുണ്ടാവാം. കാരണം അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ കണ്ടൻ്റ് ഉണ്ടാക്കോടാന്ന് തന്നെ പറയുന്നത്. ആ സമയത്ത് അതിനെ ചോദ്യം ചെയ്യുന്നു, ഒരുപാട് പേര് അനുവിനെതിരെ വരുന്നു. അപ്പോൾ അക്ബർ പറയുന്നൊരു കാര്യമുണ്ട്, നീ നാളെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനല്ലേ ഇപ്പം ഈ കാണിച്ചതെന്ന്. നമ്മൾ ഈ ബിഗ് ബോസ് കാണുമ്പോഴേ ആദ്യത്തെ എപ്പിസോഡിനകത്ത്
അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല. അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി. അവൾ ഉദ്ദേശിച്ചത് അത്രയും ഹൈറ്റും പൊക്കമുള്ള ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പേടി തോന്നും. ആ പറഞ്ഞ ആൾ ഇന്നലെ ഇരുന്നോടത്ത് എഴുന്നേറ്റ് അക്ബർ ഇരിക്കുന്നോടത്ത് ചെന്ന് സംസാരിച്ചൊരു രീതിയുണ്ട്. നമ്മൾ കൈയടിച്ച് പോണ രീതിയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അനു അക്ബറിനെ ഇരുത്തി കളഞ്ഞു. അക്ബറിന് ലാസ്റ്റ് ഒന്നും അല്ലാണ്ടായിപ്പോയി. ഞാനിത് അനുവിനെ ഫേവറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അനുവിന് അനുകൂലമായിട്ട് സംസാരിക്കാനല്ല, ഇന്നലെ ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു 12 മിനിറ്റോളം, ഒരു 10-12 മിനിറ്റോളം ഇന്നലെ ആ ഒരു സീൻ അവിടെ ഉണ്ടായി. അതിൽ തന്നെ വലിയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ആര്യൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക കണ്ടസ്റ്റൻ്റ് ഇല്ലേ, വേസ്റ്റ് കണ്ടസ്റ്റൻ്റ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വേസ്റ്റ് കണ്ടസ്റ്റൻ്റ്, അവൻ അനുവിൻ്റെ പുറകിൽ നിന്നിട്ട് മസ്താനിയോട് കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, വന്നെന്നെ ഒന്ന് തള്ളു. അവൻ അനുവിൻ്റെ മേത്തോട്ട് മറിഞ്ഞു വീഴണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ശരിക്കും പറയുക മാത്രമല്ല കേട്ടോ, മസ്താനി വന്ന് തള്ളി അനു ഇതായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അനു വീഴുന്ന സമയത്ത്, ഇവർ തള്ളുന്ന സമയത്ത് ഫോഴ്സ് കൂടി, ആര്യൻ്റെ ഫോഴ്സ് കൂടി അനുവിൻ്റെ ഒപ്പം വന്ന് വീഴുകയോ അനു വേറെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ, അനുവിന് ഇഞ്ചുറി പറ്റിയിരുന്നെങ്കിൽ ആരാണ് ഉത്തരവാദി? ഇതൊരു കളിക്കുള്ള ഗെയിമായിരുന്നോ? പക്ഷേ ഈ സാധനങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഇത് അനു ചോദ്യം ചെയ്തില്ല. അനു അപ്പം തന്നെ മസ്താനിയോട് ദേഷ്യം കാണിച്ചിട്ട് അക്ബറിൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞ് ആ സംഭവം അവിടെ ഭയങ്കരമായിട്ട് അനു കത്തിക്കയറുമ്പോഴും അനു ഈ സാധനങ്ങളൊക്കെ സില്ലിയായിട്ട് അങ്ങോട്ട് വിട്ടു. പക്ഷേ ഒന്ന് ഓർത്ത് നോക്ക്, അതൊരു ഫിസിക്കൽ അസോൾട്ടായിരുന്നു, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഇന്നലെ മെയിൻ എപ്പിസോഡിലും BB+-നകത്തും ഈ ഒരു സാധനം കാട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കാട്ടാഞ്ഞേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നലെ അക്ബർ ഖാൻ വിജയിച്ച് വന്നൊരു ദിവസമാണ്. 3 ദിവസത്തെ ന്യൂദില ചെരുപ്പ് ഫാക്ടറിനകത്ത് നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടു. അക്ബറിൻ്റെ വളരെ മികച്ച പ്ലാൻ. ആദ്യത്തെ 2ാമത്തെ ദിവസത്തെ പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര അഗ്രസീവായിരുന്നു. 3ാമത്തെ ദിവസത്തെ പ്ലാൻ ഒരു വെൽ പ്ലാൻഡ് ആയിരുന്നു. ചെരുപ്പ് എത്തിക്കാണ്, അതായത് പണി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ലോവിനകത്ത് 18 ചെരുപ്പാണ്, 25 ചെരുപ്പ് പ്രിപ്പയർ ചെയ്യേണ്ടത് 18 ചെരുപ്പ് മാത്രം ഉണ്ടാക്കിയിട്ട് അവർ ആ ഗെയിം വിജയിച്ചു. പക്ഷേ ഇന്നലെ അനുവിൻ്റെ എപ്പിസോഡ് അല്ലെങ്കിൽ അനുവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇട്ടിരുന്നെങ്കിൽ അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ആ 3 ദിവസം കൊണ്ടും ആ ടാസ്കിലെടുത്ത എഫേർട്ട് അനു മറികടന്നേനെ. പ്രേക്ഷകരുടെ മനസ്സിനകത്ത് അനുവിൻ്റെ സംസാരം വന്ന് വീണേനെ അക്ബറിന് പകരം. അതുകൊണ്ടിട്ടാണ് ഇന്നലെ ഏഷ്യാനെറ്റ് അത് മുക്കിയത്. 100% ഉറപ്പിക്കാം, ഒരു സീനിൽ ഒരു സ്ഥലത്ത് പോലും ഈ ഒരു സാധനം ഇട്ടിട്ടില്ല. ഭാഗ്യത്തിന് ഇത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലായി. കാരണം അത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ ഒരുപാട് റിവ്യൂസ് ഇത് ചെയ്തു അനുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട്. നെഗറ്റീവും പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് ജനങ്ങളിലോട്ട് ഒരു പരിധി വരെ എത്തുക. എൻ്റെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ അക്ബറിൻ്റെ ആ ഒരു എപ്പിസോഡ് എന്താ പറയുക, ആ ഒരു ടാസ്ക് വിജയിച്ച് വന്ന അക്ബറിനെ, നൂറയുടെ പവർ നഷ്ടപ്പെടുത്തിയ അക്ബറിന് എന്താ പറയുക, ബ്ലാക്ക് കോയിൻ്റെ അടിസ്ഥാനത്തിൽ നൂറേനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലോട്ട് എത്തിച്ച അക്ബറിൻ്റെ വാല്യൂ ഇല്ലാതായി പോയാനെ ഇന്നലെ ആ ഒരൊറ്റ സീൻ അതിനകത്ത് ഇട്ടിരുന്നെങ്കിൽ. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആര്യനാണെങ്കിലും ജിസയിലാണെങ്കിലും അനീഷാണെങ്കിലും നിവിനാണെങ്കിലും പ്രവീണൊക്കെ എല്ലാവർക്കും ഒരേപോലത്തുള്ള സ്ഥാനം കൊടുക്കുക. കാരണം ഇവരെ എല്ലാവരും അതിനകത്ത് പോയിട്ട് ഇങ്ങനെ കുറച്ച് പേരുടെ ഗെയിം കണ്ടിരിക്കാനായിട്ടുള്ളതല്ല. ഇവർക്ക് അവിടെ നല്ലൊരു സ്പേസ് എന്താ പറയുക ഇല്ലാണ്ടായിപ്പോയി. ഈ 3 ദിവസത്തെ എപ്പിസോഡിനകത്ത് ഒരുപാട് സ്പേസ് ഇല്ലാണ്ടായിപ്പോയി. കാരണം ഇവരൊക്കെ എന്താ പറയുക നോമിനേഷനിലുള്ള ആൾക്കാരാണ്. ഈ നോമിനേഷനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ എപ്പിസോഡൊക്കെ കണ്ട് വിലയിരുത്തിയിട്ട് വോട്ട് ചെയ്യുന്നത്. ഈ ടാസ്കിൽ പോയിട്ടുള്ള 10 പേര് മാത്രമല്ലല്ലോ വോട്ടിനകത്തുള്ളത്. അനുവുണ്ട്, അതുപോലെ തന്നെ അനീഷുണ്ട്, ഈ ജിസയിലില്ല, ആര്യനുണ്ട്, അങ്ങനെ കുറേ പേര്, നമ്മുടെ പ്രവീണുണ്ട്, സാബുമോനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരുടെ
ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. സർക്കസ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, പക്ഷേ അതിനകത്ത് നമുക്ക് ഒരാടിനെയും മാനിനെയും കോഴിനെയൊക്കെ അനുവൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു, പട്ടിയായിട്ട് ആര്യൻ നന്നായിട്ട് ചെയ്തു, റിംഗ് മാസ്റ്ററായിട്ട് അനീഷ് നന്നായിട്ട് ചെയ്തു. പക്ഷെ അതൊക്കെ നമുക്കൊരു വോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഗുഡ് പെർഫോമൻസ് ആണെന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇവർ ഈ ആഴ്ച നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ, ഇവർ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യുമോ? എപ്പിസോഡ് വിലയിരുത്തുന്നത് അവരെടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഈ ആടും പട്ടിയും പൂച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇഷ്ടം ഉണ്ടാവും നമുക്ക് അവരോട്, പക്ഷേ വോട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ആ വാവ് ഫാക്ടർ ഈ പ്രാവശ്യം ഈ സർക്കസ് കൂടാരത്തിലുണ്ടായ ഒരാൾക്കും കിട്ടില്ല. അതാണ് ഞാൻ പറയുന്നതിനകത്തൊരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത്. എന്താണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും BB ഒരുപോലെ കാണട്ടെ. ഫാൻസ് എല്ലാം പുറത്താണ് വേണ്ടത്, അല്ലാണ്ട് ബിഗ് ബോസിനൊരു എന്താ പറയുക ഫേവറിസം പാടില്ല. അവർക്കെല്ലാവരും കണ്ടസ്റ്റൻസ് മാത്രമാണ്. പുറത്തുള്ള ജനങ്ങൾക്കാണ് ഇവർ എന്താ പറയുക അവരുടെയൊക്കെ ജീവനും പ്രാണനൊക്കെ ആയിട്ട് നമ്മൾ വോട്ടൊക്കെ ചെയ്യുന്ന നമ്മൾ ഓരോ ഫാൻ ബേസിലോട്ടൊക്കെ പോയി ചേരുന്നത് അല്ലേ. അവിടെ ഫൈറ്റ് കിടക്കട്ടെ, അവിടെ അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ മാക്സിമം ചെയ്യട്ടെ. പക്ഷെ ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് എത്തിക്സ് അല്ല. ഒരു കണ്ടസ്റ്റൻറ്റിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റൊരു കണ്ടസ്റ്റൻസിനെ ഉയർത്താൻ നോക്കുന്ന പരിപാടി നല്ലതല്ല. അങ്ങനെ ചെയ്യാതിരിക്കുക. ബിഗ് ബോസ് ഞങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഇതൊക്കെ കാണുമ്പോൾ എത്തിക്സ് ഇല്ലയെന്ന് തോന്നും. അങ്ങനെ തോന്നിക്കാൻ ഈ പരിപാടി കാണണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഞങ്ങളൊക്കെ ലൈവ് കാണുന്ന ആൾക്കാരാണ്, ലൈവിൽ എന്ത് നടന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിട്ടാണ് നമ്മൾ എപ്പിസോഡ് കാണുന്നത്. അങ്ങനെയുള്ളവരെ ചീറ്റ് ചെയ്യാതിരിക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.